കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് സൗഖ്യദായക ഞായർ, ഹീലിംഗ് മിനിസ്ട്രി സൺഡേ. നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ തൻ്റെ അടുക്കൽ വന്നുകൂടിയ സകല ജനത്തോടും അവൻ മനസ്സലിവുള്ളവനായിരുന്നു, ആർദ്രതയുള്ളവനായിരുന്നു. അവർക്ക് വിശന്നപ്പോൾ അവൻ ഭക്ഷണം നൽകി, അവരിലുള്ള രോഗികളെ സൗഖ്യമാക്കി, ഭൂതഗ്രസ്തരെ വിടുവിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു. അങ്ങനെ ആവശ്യഭാരവുമായി തന്നെ സമീപിച്ച സകലരോടും അനുകമ്പയോടുകൂടിയായിരുന്നു യേശുക്രിസ്തു ഇടപെട്ടത്. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീനെന്ന് യേശുക്രിസ്തു അവരോട് പ്രസംഗിച്ചു. തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവാൻ യേശുക്രിസ്തു അവരെ ആഹ്വാനം ചെയ്തു. അങ്ങനെ അവരുടെ ആത്മീയവും മാനസികവും ശാരീരികവുമായ സമസ്ത മേഖലകളിലുമുള്ള സൗഖ്യം, ആ ഹോൾനെസ്, അതവർക്ക് നൽകുവാനായിരുന്നു യേശുക്രിസ്തു വന്നത്. അതാണ് രക്ഷ, അതാണ് സൽവേഷൻ. യേശുക്രിസ്തു അവരോട് ഇടപെട്ടത് ആർദ്രതയോടെയായിരുന്നു, മനസ്സലിവോടെയായിരുന്നു, അനുകമ്പയോടെയായിരുന്നു. ആ ജനത്തെ തനിക്ക് നേടണമായിരുന്നു. ഇന്നത്തെ നമ്മുടെ പഠന വിഷയവും അതാണ്, അനുകമ്പ, സ്നേഹത്തിലും സഹനത്തിലുമുള്ള ഒരുമ. അതായത് കമ്പാഷൻ, ലവിങ് ആൻഡ് സഫറിങ് ടുഗദർ. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനാൽ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സൗഖ്യമാക്കുവാനും അവർക്ക് നിത്യജീവൻ്റെ വചനം വിളമ്പിക്കൊടുക്കുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. ജനം വിശന്നിരിക്കുകയാണ്, ദാഹിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ജീവന് വേണ്ടി, നിത്യജീവന് വേണ്ടി, സൗഖ്യത്തിനു വേണ്ടി. അങ്ങനെ വിശന്നും ദാഹിച്ചുമിരിക്കുന്ന ഒരു ജനം, ആ ജനത്തെ കണ്ട് യേശുവിന് മനസ്സലിഞ്ഞു. അതാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ നാം പഠിക്കുവാൻ പോകുന്നത്. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. The Gospel according to Saint Matthew, chapter 9, verses 35 to 38. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ സിനഗോഗുകളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ ഗലീലയിലെ ആ ശുശ്രൂഷയുടെ സംഗ്രഹമാണ്. എന്താണ് യേശുക്രിസ്തു ഗലീലയിൽ ചെയ്തത് എന്ന്. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ സിനഗോഗുകളിൽ ഉപദേശിച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, എന്നാൽ വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീനെന്ന് പറഞ്ഞു. ഇവിടെ യേശുക്രിസ്തു ആ ജനത്തെ കണ്ടിട്ട് അവരോട് മനസ്സലിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നവരുമായി കണ്ടു. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, കൊയ്ത്ത് വളരെയുണ്ട്. എന്താണ് ഈ കൊയ്ത്ത്? കൊയ്ത്തിനായി വയൽ വെളുത്തിരിക്കുന്നു, പാകമായിരിക്കുന്നു. പക്ഷേ അത് കൊയ്തെടുക്കുവാൻ വേലക്കാരില്ല. ആവശ്യത്തിലിരിക്കുന്ന ജനത്തെയാണ് ഈ വിളഞ്ഞു പാകമായിരിക്കുന്ന വയലിനോട്
യേശുക്രിസ്തു ഉപമിച്ചിരിക്കുന്നത്. അവർ അത്യാവശ്യത്തിലാണ്, അവർ അന്ധകാരത്തിൽ കിടക്കുന്നവരാണ്. അവർക്ക് വെളിച്ചം കിട്ടണം, അവർക്ക് ഓക്സിജൻ കിട്ടണം, ജീവൻ കിട്ടണം, നിത്യജീവൻ കിട്ടണം. അവർക്ക് രോഗസൗഖ്യം വേണം. പാപനിമിത്തം ഉണ്ടായ രോഗങ്ങൾ, പാപപരിഹാരം ആവശ്യമാണ്. ഞങ്ങളുടെ പാപം എങ്ങനെ പരിഹരിക്കപ്പെടും? ആരെ കാണണം? എവിടെ പോകണം? എന്ത് ചെയ്യണം? പാപം നിമിത്തമുള്ള ഈ രോഗം എങ്ങനെ സൗഖ്യമാകും? ആരെയാണ് സമീപിക്കേണ്ടത്? അവർ ആഗ്രഹിച്ചിരിക്കുകയാണ്. ആരവരുടെ അടുത്തേക്ക് പോകും? ഇവിടെയുണ്ട് സൗഖ്യമെന്ന് പറയുവാൻ ആരുണ്ട്? വേലക്കാരോ ചുരുക്കം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ വേലക്കാർ എന്ന് പറയുന്നത് അവരെ അന്ധകാരത്തിൽ നിന്ന് കരകയറ്റുവാൻ വേണ്ടി ദൈവം ആക്കിയിരിക്കുന്ന ശിഷ്യന്മാരാണ്. അതിൽ നാം ഓരോരുത്തരും ഉൾപ്പെടും. ഈ ജനത്തിൻ്റെ അടുത്തേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. നിത്യജീവൻ്റെ ആ വചനം അവർക്ക് കൊടുക്കണം. സത്യവെളിച്ചമായ യേശുക്രിസ്തുവിലേക്ക് അവരെ ആനയിക്കണം. അതിനായി നാം ഇറങ്ങി പുറപ്പെടേണ്ടതായുണ്ട്. Jesus went through all the towns and villages, teaching in their synagogues, preaching the good news of the kingdom and healing every disease and sickness. When he saw the crowds, he had compassion on them because they were harassed and helpless like sheep without a shepherd. Then he said to his disciples, "The harvest is plentiful, but the workers are few. Ask the Lord of the harvest, therefore, to send out workers into his harvest field." നമ്മുടെ ചുറ്റും നാം കാണുന്നത് ഈ ഹാർവസ്റ്റ് ഫീൽഡാണ്. ആ ഫീൽഡിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. ആ ജനത്തെ രക്ഷിക്കണം. അതാണ് ഈ ദിവസം ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്, നമ്മെ ആഹ്വാനം ചെയ്യുന്നത് അതിനാണ്. പാപമോചനത്തിനായി, രക്ഷയ്ക്കായി, യഥാർത്ഥ രക്ഷകനിലേക്ക്, ആ ദൈവത്തിലേക്ക് നാം കടന്നു വരേണ്ടതായുണ്ട്. ആ ദൈവം വലിയവനാണ്. അവൻ ധാരാളം ക്ഷമിക്കുന്നവനാണ്. കരുണയും കൃപയും നിറഞ്ഞവനാണ്. അവൻ്റെ മുമ്പിൽ നാം വെറും പൊടി പോലെയാണ്. ആ ദൈവത്തിലേക്ക് കടന്നു വരുവാനുള്ള ആഹ്വാനമാണ് 103-ാം സങ്കീർത്തനം. നമുക്ക് വായിക്കാം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എൻ മനമേ ദൈവത്തെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ ദൈവത്തെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ദൈവം സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. ദൈവം കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഫലസിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം വെറും പൊടി എന്ന് അവൻ ഓർക്കുന്നു. ആർക്ക് വേണമെങ്കിലും, ഏത് പാപിക്ക് വേണമെങ്കിലും, ഏത് കൊടും പാപിക്ക് വേണമെങ്കിലും ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. കാരണം അവൻ ധാരാളം ക്ഷമിക്കും.
ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ആ ദൈവം നമ്മെ വിളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആര് ഈ വിളിയെ ശ്രവിക്കും? പ്രൈസ് ദ ലോർഡ് ഓ മൈ സോൾ, all my inmost being praise his holy name. Praise the Lord O my soul, and forget not all his benefits. He forgives all my sins and heals all my diseases. He redeems my life from the pit and crowns me with love and compassion. He satisfies my desires with good things, so that my youth is renewed like the eagles. The Lord works righteousness and justice for all the oppressed. He made known his ways to Moses, his deeds to the people of Israel. The Lord is compassionate and gracious, slow to anger, abounding in love. He will not always accuse, nor will he harbor his anger forever. He does not treat us as our sins deserve, or repay us according to our iniquities. For as high as the heavens are above the earth, so great is his love for those who fear him. As far as the east is from the west, so far has he removed our transgressions from us. As a father has compassion on his children, so the Lord has compassion on those who fear him. For he knows how we are formed. He remembers that we are dust. ഇനി പഴയ നിയമത്തിൽ നിന്നും ഒരു വചനഭാഗം നമുക്ക് പഠിക്കാം. ഫ്രം ദ ബുക്ക് ഓഫ് ഐഷായ, ചാപ്റ്റർ 42 വേഴ്സസ് 1 to 8. ഇവിടെ പരമാധികാരിയായ ദൈവത്തെയാണ് നാം കാണുന്നത്. എങ്ങനെയാണ് വലിയവനായ ഈ ദൈവം, സർവശക്തനായ ഈ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുവാനും അവരെ ശുശ്രൂഷിക്കുവാനുമായി ഒരു ദാസനായിരിക്കുന്നത് എന്ന് യെശയ്യാപ്രവാചകൻ പ്രവചിച്ചിരിക്കുന്ന ഈ ദാസൻ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. കഷ്ടപ്പെടുന്ന ദാസനായിട്ടാണ് യേശു ക്രിസ്തുവിനെ നാം ഇവിടെ കാണുന്നത്, സഫറിങ് സെർവൻറ്റ്. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം ദൈവ വഴിവിട്ട് ജീവിക്കുന്ന ഒരു ജാതിയായി പലപ്പോഴും നമുക്കവരെ കാണുവാൻ കഴിയും. അപ്പോഴെല്ലാം ദൈവം അവർക്ക് തക്കതായ പണിഷ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ദൈവം അവരെ ബാബിലോണിയ പ്രവാസത്തിലേക്ക് വിട്ടുകളഞ്ഞു. അതായത് അവിടുത്തെ രാജാവ് വന്ന് ഇവരെ പിടിച്ചുകൊണ്ടുപോയി. ബാബിലോണിയ പ്രവാസത്തിൽ കിടന്ന് അവർ നിലവിളിക്കുകയാണ്. അവസാനം ദൈവം അവരുടെ നിലവിളി കേട്ടു, അവരെ രക്ഷിക്കും എന്ന് പ്രവാചകനിൽ കൂടെ പറയുന്നു. തന്നെയുമല്ല, അവരെ ജാതികൾക്ക് ഒരു വെളിച്ചമാക്കി വയ്ക്കും. അതുപോലെ ദൈവത്തിനും അവർക്കും ഇടയിൽ ഒരു ഉടമ്പടിയും വയ്ക്കുമെന്ന് ഈ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വ്രതൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയുമില്ല, തെരുവീഥിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. യേശുക്രിസ്തുവിനെ പറ്റിയാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത്. വളരെ കരുണയോടും ആർദ്രതയോടും അനുകമ്പയോടും കൂടെ പെരുമാറുന്ന ഒരു ദൈവത്തെയാണ്. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും.
നീ ഇസ്രായേലിനോട് പറയുന്നതാണ്, നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പരമാധികാരിയായ ദൈവം, ആ ദൈവമാണ് ഇത്രമാത്രം താഴുന്നത്. തൻ്റെ ജനത്തോടുള്ള സ്നേഹത്താൽ അവരോട് കരുണ കാണിക്കുന്നു, മനസ്സലിവ് കാണിക്കുന്നു, ആർദ്രതയോടെ പെരുമാറുന്നു. Here is my servant whom I uphold, my chosen one in whom I delight. I will put my spirit on him, and he will bring justice to the nations. He will not shout or cry out, or raise his voice in the streets. A bruised reed he will not break, and a smoldering wick he will not snuff out. In faithfulness he will bring forth justice. He will not falter or be discouraged till he establishes justice on earth. In his law the islands will put their hope. This is what God the Lord says, he who created the heavens and stretched them out, who spread out the earth and all that comes out of it, who gives breath to his people and life to those who walk on it. I, the Lord, have called you in righteousness. I will take hold of your hand. I will keep you and will make you to be a covenant for the people and a light for the Gentiles, to open eyes that are blind, to free captive from prison, and to release from the dungeon those who sit in darkness. I am the Lord, that is my name. I will not give my glory to another or my praise to idols. സഭയിലെ സൗഖ്യദായക ശുശ്രൂഷയെ ആദിമസഭയിലെ ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തി യാക്കോബ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പേൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. Is anyone of you in trouble? He should pray. Is anyone happy? Let him sing songs of praise. Is anyone of you sick? He should call the elders of the church to pray over him and anoint him with oil in the name of the Lord. And the prayer offered in faith will make the sick person well. The Lord will raise him up. If he has sinned, he will be forgiven. Therefore, confess your sins to each other and pray for each other so that you may be healed. The prayer of a righteous man is powerful and effective. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാണ് ഫലിക്കുന്നത്. അതാണ് ദീനക്കാരനെ സൗഖ്യമാക്കുന്നത്. ഹൃദയത്തിൽ അകൃത്യം കരുതാതെയുള്ളവൻ്റെ പ്രാർത്ഥന, ഹൃദയ പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. 66-ാം സങ്കീർത്തനം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. അതായത് ഹൃദയത്തിൽ അകൃത്യം കരുതിയിട്ടില്ല. അതുകൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചത്. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
പ്രിയ സഹോദരങ്ങളെ, കൊയ്ത്ത് വളരെയുണ്ട്, എന്നാൽ വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനനായ ദൈവത്തോട് നമുക്ക് പറയാം, അടിയനിതാ കർത്താവേ, അവിടുന്ന് എന്നെ നയിച്ചാൽ അവിടുത്തെ ജനത്തെ ഞാൻ ഹൃദയത്തിൽ വഹിക്കാം. അവിടുന്ന് സർവശക്തിമാനാകുന്നു. ആകാശവും അതിലെ നക്ഷത്രങ്ങളും സമുദ്രവും മഞ്ഞും മഴയും എല്ലാം അവിടുത്തെ പ്രവൃത്തിയാണ്. നിന്റെ വചനം അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് കല്ലായുള്ള അവരുടെ ഹൃദയങ്ങളെ ഉടച്ച് സ്നേഹത്താൽ നിറയ്ക്കുവാൻ എന്നെ അയക്കണമേ. നിന്റെ നിത്യപ്രകാശം ഞാൻ അവർക്ക് കാണിക്കാം. അവരുടെ പാപാന്ധകാരത്തെ അത് പ്രകാശമാക്കും. സകല ദീനക്കാരെയും വ്യാധിക്കാരെയും സൗഖ്യമാക്കുന്ന അവിടുത്തെ ജീവന്റെ വചനം ഞാൻ അവർക്ക് കൊടുക്കാം. അതിനായി എന്നെ അയക്കണമേ. Here I am, Lord. I have heard your calling. I will go. I will tend the poor and the lame. I will set a feast for them. Let us sing. I, the Lord of sea and sky, I have heard my people cry, all who dwell in dark conceal, my heart will say, I who made the stars of night, I will make their darkness bright. Who will bear my light to them? Whom shall I send? Here am I, Lord. Is it I, Lord? I have heard you calling in the night. I will go, Lord, if you lead me. I will hold your people in my heart. I, the Lord of wind and flame, I will tend the poor and lame. I will set a feast for them. My heart will say, finest bread I will provide, till their hearts be satisfied. I will give my life to them. Whom shall I send? Here am I, Lord. Is it I, Lord? I have heard you calling in the night.
they turn away. I'll break the heart of stone, give them hearts for love alone. I will speak my word to them. Whom shall I send? Here am I, Lord. Is it I, Lord? I have heard you calling in the night. I will go, Lord, if you lead me.